ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ബേബീസ് ഡേ ഔട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് നിങ്ങളതിനായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. മാർച്ച് 25-നായിരുന്നു എൻ്റെ സെക്കൻഡ് ഡെലിവറി ഉണ്ടായിരുന്നത്. ബോയാണ്, നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളതിനായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഡെലിവറി എക്സ്പീരിയൻസും അതുപോലെ തന്നെ സ്റ്റോറീസൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളതിനായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഡെലിവറി വ്ളോഗ്സ് എടുക്കുമ്പോൾ തന്നെ കൂടുതലും നമ്മുടെ നാട്ടിൽ ഉള്ള ഡെലിവറി വ്ളോഗ്സാണ് അല്ലെങ്കിൽ ഡെലിവറി എക്സ്പീരിയൻസ് ആണ് കൂടുതൽ പേരും ഷെയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡെലിവറി ഇവിടെ ദുബായിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായത്. ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളതിനായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വിസിറ്റേഴ്സ് പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരാളിലും കൂടുതൽ ആൾക്കാർ ഉണ്ടാവാനായിട്ട് പാടില്ല ഹോസ്പിറ്റലിൽ. പിന്നെ കുട്ടീനെ കൊണ്ടുപോകാൻ, നമ്മുടെ കണ്ണനെ, അതായത് അങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു എൻ്റെ ഡെലിവറി നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർച്ച് 25-നായിരുന്നു ഡെലിവറി ഉണ്ടായേ. 22-ന് എനിക്ക് ഡോക്ടറിനായിട്ടൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെക്കപ്പിന് പോയപ്പോൾ എല്ലാം നോർമലായിരുന്നു. കാരണം കുട്ടി ഓൾറെഡി തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വെയിറ്റ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ്, അങ്ങനെ എല്ലാം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നൊരു സമയമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡെലിവറി നോർമലായതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു ഇതും നോർമലാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഇനി ഒരു എൻ്റെ എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു April 8. ഇപ്പോൾ 7th വരെയായിട്ടും ഡെലിവറി നടന്നിട്ടില്ല വെച്ചെങ്കിൽ പിന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാമെന്ന് ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാർച്ച് 22-ൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും എനിക്ക് പെയിനോ അങ്ങനത്തെ ഒരു അസ്വസ്ഥതകളും എനിക്ക് തോന്നിയിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഡെലിവറി നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇങ്ങനെ ഫോൾസ് പെയിൻ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡെലിവറിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വിളിക്കുകയാണെങ്കിലും എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 22-ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വന്നിട്ട് എനിക്ക് വ്യത്യാസങ്ങളൊന്നും, അങ്ങനത്തെ ഒരു പെയിനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയിരുന്നില്ല കേട്ടോ. 24th നൈറ്റിന് ഫുഡൊക്കെ കഴിച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ചെറിയ എന്തൊക്കെയോ ഒരു സുഖമില്ലായ്മ തോന്നി തുടങ്ങി. അപ്പോൾ ജനറലി നമ്മൾ ഈ ഡെലിവറി ഡേറ്റ് അടുക്കുന്തോറും നമുക്ക് കിടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുട്ടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ നോർമലായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ 24th നൈറ്റ് എനിക്ക് കാൽമുട്ടിന് വേദനയ്ക്കും അങ്ങനത്തെ കുറച്ച് അസ്വസ്ഥതകൾ, പിന്നെ ഗ്യാസൊക്കെ കൂടുതൽ ഫോം ചെയ്യുന്ന പോലെ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാത്രി മുഴുവൻ നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തോ ഒരു സുഖക്കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പിറ്റേ ദിവസം ഡെലിവറി ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഫസ്റ്റത്തെ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് വേറെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്തായപ്പോഴേക്കും എല്ലാം നോർമൽ, കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വീണ്ടും ഈ ഒരു ഡെലിവറി പെയിനിൻ്റെ പോലത്തെ അങ്ങനത്തെ പെയിൻ വരാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോഴും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, 8th ആണല്ലോ ഡ്യൂ ഡേറ്റ്. അപ്പോൾ അതുവരെ സമയമുണ്ട്. അപ്പോൾ ഒരാഴ്ച മുന്നേ പെയിൻ വന്ന് പോകുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. കാര്യമുള്ള പെയിനായിരുന്നില്ല, ചെറിയൊരു പെയിനായിരുന്നു. അതായത് ഡെലിവറി പെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അപ്പോഴും ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമായിരുന്നു. പിന്നെ കണ്ണനുള്ളത് കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെ തന്നെ ബോധർ ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയല്ല. എപ്പോഴും കണ്ണൻ്റെ പിന്നാലെ നടക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നേരം പെട്ടെന്ന് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞു, കണ്ണനെയും പിടിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ ഞാനും കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ, കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് 3:30 കഴിഞ്ഞപ്പോൾ കണ്ണനും നീറ്റു. അപ്പോൾ പിന്നെ അവൻ്റെ പിന്നാലെ കുറച്ച് നേരം നടന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെയിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടോ. എനിക്ക് വീണ്ടും ഒരു സുഖമില്ലായ്മ തോന്നി തുടങ്ങി. അതായത് ബാക്കിൽ എനിക്ക് പെയിൻ തോന്നി തുടങ്ങി. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് അടിവയറിലും അതുപോലെ തന്നെ പുറത്തും ഒരുപോലെ പെയിൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ഡെലിവറിക്ക് എനിക്ക് ഈ നട്ടലിൻ്റെ ആ താഴ്ഭാഗത്ത്, നട്ടലിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്തായിരുന്നു എനിക്ക് കൂടുതൽ പെയിൻ തോന്നിയിരുന്നത്. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് 2 സൈഡിലും, അടിവയറ്റിലും അതുപോലെ തന്നെ ബാക്കിലും നല്ല പെയിൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പെയിൻ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ.
അപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു അരമണിക്കൂർ ഡിഫറൻസിലൊക്കെ പെയിൻ വന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം പിന്നെ ഞാൻ അതായത് അമ്മോടും അച്ഛനോടും അതുപോലെ തന്നെ കിച്ചുവേട്ടനോടും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ പെയിൻ്റെ സ്റ്റാർട്ടിങ് തോന്നുന്നു ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്, അറിയില്ല അത് ഫോൾസ് പെയിൻ ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു 5:30 ആയി തുടങ്ങിയപ്പോൾ ഈ പെയിൻ വരുന്ന ഡ്യൂറേഷൻ ഞാൻ നോക്കിയപ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പെയിൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലേബർ പെയിൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ഇത്രയും പെട്ടെന്നായിട്ട് പെയിൻ വരില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കിച്ചുവേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഇനി താമസിപ്പിക്കണമെന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കി നോക്ക്. ഫോൾസ് പെയിൻ ആണെങ്കിൽ അത് അപ്പം അറിയാമല്ലോ, അല്ലെങ്കിൽ ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനും കൂടി ആയത് കാരണം നമുക്ക് പെട്ടെന്ന് പോവാം, അങ്ങനത്തെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ ഇവിടെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 8 മണി തൊട്ടിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കണം. അപ്പോൾ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ പ്രത്യേക പാസ് എടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് നീങ്ങും. അതിലും ഭേദം നമുക്ക് 8 മണിക്ക് മുന്നേ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തു. പെട്ടെന്ന് ഒരു 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 6:30 ഇറങ്ങി പോകുമ്പോഴേക്കും എനിക്ക് പെയിൻ പെട്ടെന്ന് വന്നു തുടങ്ങി. അപ്പോഴേക്കും പെയിൻ നല്ല ഹൈ ആയിട്ട് വരുന്നുണ്ട്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് പെയിൻ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ എനിക്ക് പെയിൻ ഇങ്ങനെ പെട്ടെന്ന് വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല ഹൈ ഇൻറ്റൻസിറ്റിയിൽ പെയിൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് കാറിൽ കയറി 2 തവണ ഇതുപോലെ പെയിൻ വന്നു ഹോസ്പിറ്റലിൽ എത്തുന്നതിനേക്കാളും മുന്നേ. അത് കഴിഞ്ഞപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കാറിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ആ സമയത്ത് അനുമതി ഉണ്ടായിരുന്നില്ല, കാരണം ഈ കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പം ഞാനും കിച്ചുവേട്ടനും മാത്രമേ പോയത്. പിന്നെ ഓൾറെഡി മോനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയാം. പിന്നെ അച്ഛനും അമ്മയ്ക്കായാലും കൂടെ വരാൻ പറ്റില്ല, കൂടെ നിർത്തില്ല ആൾക്കാരെന്നെ. ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിക്ക് കയറാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് നല്ല പെയിൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ ഡ്യൂറേഷൻ പെയിൻ വരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ വന്ന് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി കയറി. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ അടുത്താണ്, ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ വണ്ടിയിൽ നമ്മൾ കാറിൽ പോകുമ്പോൾ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് സിഗ്നലും കാര്യങ്ങളിലൊക്കെ കിടന്നിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാറിലിരുന്നിട്ടും ഇതുപോലെ എനിക്ക് പെയിൻ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേടിച്ച പോലെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചുവേട്ടന് അതൊരു ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മാക്സിമം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇതുപോലെ പെയിൻ വന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം നിന്നിട്ട് ആ പെയിൻ പോണ വരെ ഒന്ന് നിന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് 2-3 മിനിറ്റ്സിൽ എന്തായാലും നെക്സ്റ്റ് പെയിൻ വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ടോ. പക്ഷേ എമർജൻസിയിലേക്ക് എത്തുന്നതിനേക്കാളും മുന്നേ വീണ്ടും ഇതുപോലെ പെയിൻ വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. അപ്പോൾ ഞാൻ എൻ്റെ നിപ്പും കിച്ചുവേട്ടൻ്റെ ആ ഒരു ഇതും ഒക്കെ കണ്ടിട്ട് മുന്നിലൊരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വേഗം പോയി സെക്യൂരിറ്റീനെയും അതുപോലെ തന്നെ വീൽ ചെയറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എമർജൻസിയിൽ പോയപ്പോൾ അവിടെ ഈ കോവിഡിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ നോർമലി എമർജൻസിയിൽ ഇത്തിരി റഷ് ഉണ്ടാവുമല്ലോ, അവിടെ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ഈ ലേബർ പെയിനും കാര്യങ്ങളൊക്കെ ആയത് കാരണം നമുക്ക് അവിടെ ഒരു പ്രയോറിറ്റി കിട്ടി. എമർജൻസിയിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പോൾ ലേബർ റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡിന് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി ഇവിടെ. കാരണം നമ്മൾ തന്നെ അത്രയും നമ്മുടെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ കിച്ചുവേട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വരെ ഫുൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതിന് ലേബർ റൂമിൽ കയറ്റിയപ്പോൾ അവിടെ ഒരു മലയാളി സിസ്റ്ററായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര നല്ല സിസ്റ്ററായിരുന്നു, കാരണം നല്ല സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു പുള്ളിക്കാരി. എൻ്റെ അടുത്ത് ഭയങ്കര നല്ല കെയറിങ്ങോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ പെയിൻ്റെ ഒക്കെ ഇത് കാണിക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു വേഗം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെൽറ്റ് ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും കിക്കിങ് റേറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഗ്രാഫ് നോക്കും. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് അവർ ആദ്യം പെയിൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കണം. അപ്പോൾ അത് നല്ല ഹൈ പീക്കിലുള്ള ഗ്രാഫാണ് കേട്ടോ എല്ലാം വന്നത്. അപ്പോൾ തന്നെ കിച്ചണിൽ നോക്കിയിട്ട് പറഞ്ഞു നല്ല പീക്കിലുള്ള ഗ്രാഫുള്ള തന്നെ പെയിൻ എന്താണ് ഡെലിവറി പെയിൻ്റെ ഇത് നോക്കിയിട്ട് കിച്ചണും പറഞ്ഞു. അപ്പോൾ സിസ്റ്ററും വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു ഡെലിവറി പെയിൻ തന്നെയാണിത്, നല്ല പീക്കിലാണ് ഗ്രാഫ് വരണത്. അപ്പോൾ വേഗം ഞാൻ ഡോക്ടറേനെയും മിഡ് വൈഫിനെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മിഡ് വൈഫ് പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു
ഒന്ന് കൺട്രോൾ ചെയ്തോളൂ, എന്താണ് ഇപ്പോൾ PV ചെയ്യാൻ വേണ്ടി പോകാമെന്ന്. അപ്പോൾ എനിക്കറിയാം ഫസ്റ്റത്തെ ഡെലിവറിക്ക് തന്നെ PV ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. PV ചെയ്യുമ്പോൾ എനിക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്രാവശ്യം മാക്സിമം നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പെയിനൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഡയലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വിടും. അപ്പോൾ ആ ചെക്ക് ചെയ്യണ വേദന സഹിക്കണം. പിന്നെ വീണ്ടും പോകുമ്പോൾ വീണ്ടും PV ചെയ്യും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്രാവശ്യം എന്താ പറയുക, അത്രയും പെയിൻ സഹിച്ചിട്ടാണ് ഇവിടെ നിന്ന് തന്നെ പോണത്. പിന്നെ ഒരു കോവിഡിൻ്റെ സിറ്റുവേഷനും ഉണ്ട്. കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ വരില്ല. അതൊക്കെ ആലോചിച്ചിട്ട് മാക്സിമം പെയിൻ വീട്ടിൽ നിന്ന് തന്നെ സഹിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് മിഡ് വൈഫ് വന്നു. പുള്ളിക്കാരി PV ചെയ്തു. PV ചെയ്ത വഴിക്ക് തന്നെ എൻ്റെ വാട്ടർ ബ്രേക്ക് ആയിട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാരി പറഞ്ഞു അപ്പോൾ 7 സെൻറ്റിമീറ്ററോളം ആകാറായിട്ടുണ്ട് ഈ എന്താ പറയുക ഡൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിമിയും അതുപോലെ തന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം എന്തായാലും ഡെലിവറി പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു എന്തായാലും ഒരു 12 മണിക്കുള്ളിൽ ഡെലിവറി ഉണ്ടായിരിക്കും ഇന്ന്. സെക്കൻഡ് ഡെലിവറിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോരും, ഡെലിവറി കഴിയും എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണില്ല നമ്മൾ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഡെലിവറി ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോഴേക്കൊരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ടർ ബ്രേക്ക് ആയതോട് കൂടിയിട്ട് എനിക്ക് പെയിൻ പെട്ടെന്നായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. അപ്പോഴേക്കും സിസ്റ്റർക്ക് വേറൊരു സിസേറിയൻ കേസ് വന്നിട്ട് പുള്ളിക്കാർ പോയിട്ടോ. പിന്നെ ഒരു മിഡ് വൈഫും അതുപോലെ തന്നെ ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടറും ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മെയിൻ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് വാട്ടർ ബ്രേക്ക് ആയതോട് കൂടിയിട്ട് എനിക്ക് പെയിൻ പെട്ടെന്ന് വരാനായിട്ട് തുടങ്ങി. പിന്നെ വീണ്ടും PV ചെയ്ത് നോക്കി മിഡ് വൈഫ്. അപ്പോൾ പറഞ്ഞു കുഞ്ഞ് ഇറങ്ങി വന്നു തുടങ്ങി, ഇനി പുഷ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ കുറച്ച് അതായത് കാര്യമായിട്ട് തന്നെ ശ്രമിക്കാനൊക്കെ മറ്റേ മിഡ് വൈഫ് പറഞ്ഞു. പിന്നെ ഇവിടെ എങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ നമുക്കൊരു ഗ്യാസ് വലിക്കാൻ വേണ്ടി തരും കേട്ടോ, ഒരു ഗ്യാസ്. അപ്പോൾ അത് നന്നായി ആഞ്ഞ് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ കുറയണ പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ആ ഒരു സമയത്ത് എനിക്കത് വലിക്കുമ്പോൾ അവർ പറയണ ആ ഗ്യാസ് വലിക്കുമ്പോൾ നമുക്കൊരു മയക്കം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് പെയിൻ കുറവായിട്ട് തോന്നും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എനിക്ക് ആ ഗ്യാസ് വലിക്കാൻ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ആ സമയത്ത് തോന്നിയത്. കാരണം ആ ഒരു പെയിനിൽ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടക്കുമ്പോൾ ഈ ഗ്യാസ് വലിക്കാനൊന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഇതിൽ ഫസ്റ്റത്തെ ആ ഒരു ഡെലിവറിയുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഡെലിവറി എന്ന് പറയുന്നൊരു സംഭവം കഴിക്കാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാ വെച്ചെങ്കിൽ നന്നായി പെയിൻ വരുന്ന സമയത്ത് മാത്രമേ പുഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോഴാണ് കുഞ്ഞ് പെട്ടെന്ന് വരിക. പെയിൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ പുഷ് ചെയ്താൽ അത് കുഞ്ഞിന് ഭയങ്കര കേടാണെന്ന് ഫസ്റ്റത്തെ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നല്ല പെയിൻ വരുന്ന സമയത്ത് പുഷ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ മിഡ് വൈഫിനായിട്ട് പുള്ളിക്കാരി നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു കിടന്നിട്ട് തന്നെ ഇപ്പോൾ ഡെലിവറി ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ എണീറ്റ് നിന്നോളൂ, അതായത് ബെഡിൽ നിന്ന് താഴത്തേക്ക് വേണമെങ്കിൽ നിൽക്കാം, നമുക്ക് നിന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഏത് പൊസിഷനാണ് കംഫർട്ട് ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ മിഡ് വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, ബെഡിൽ തന്നെ മതി പറഞ്ഞിട്ട് എനിക്ക്. കാരണം നമുക്ക് അങ്ങനെ നീറ്റ് നിൽക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു അത്രയും പെയിൻ്റെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പെയിൻ വരുന്ന സമയത്ത് വേഗം പുഷ് ചെയ്തു. അപ്പോൾ മിഡ് വൈഫ് അവരും എന്നെയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഹെഡ് വന്നു എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അവർ വ്യക്തമായിട്ട് തന്നെ നമ്മളോട് ഭയങ്കര കാമായിട്ട് തന്നെ നിന്നിട്ട് റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പുഷിങ്ങൊക്കെ കഴിഞ്ഞു. കുഞ്ഞ് പുറത്തേക്ക് വന്നു. കുഞ്ഞ് പുറത്തേക്ക് എടുത്ത വഴിക്ക് തന്നെ മിഡ് വൈഫ് എനിക്ക് ആ കുഞ്ഞിനെ വേഗം എൻ്റെ അടുത്തേക്ക് തന്നു കേട്ടോ. അത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റത്തെ ഡെലിവറിക്ക് എനിക്ക് കണ്ണനെ അങ്ങനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ വഴിക്ക് അവർ കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിക്കലും അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് അവനെ കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഈ രണ്ടാമത്തെ മോൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്ന വഴിക്ക് തന്നെ എനിക്ക് കുഞ്ഞിനെ തന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു സ്മെല്ലും ആ
കുഞ്ഞിനെ അത്രയും നാൾ നമ്മൾ വയറ്റിൽ കിടന്നിട്ട് നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ അത്രയും പെയിൻ സഹിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കാണുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഫീൽ തന്നെയാണത്. ഇപ്രാവശ്യം എനിക്ക് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ നമ്മൾ ഡെലിവറി വ്ളോഗും ബർത്ത് വ്ളോഗൊക്കെ കാണുന്ന സമയത്ത് അവർ വല്ലാണ്ട് ഇമോഷണലായിട്ട് കരയണതും കുഞ്ഞ് പുറത്തേക്ക് വന്ന വഴിക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ കരയണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ കറക്റ്റ് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഈ കുഞ്ഞ് പുറത്തേക്ക് വന്ന വഴിക്ക് നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുഞ്ഞിനെ വെച്ച് തരുന്നുണ്ടല്ലോ, അത്രയും നേരം നമ്മൾ സഹിച്ച ആ വേദനയൊക്കെ ഒരൊറ്റ സെക്കൻഡിൽ ഇല്ലാണ്ടാവണ പോലെ നമുക്ക് തോന്നും. എൻ്റെ ആ സമയത്ത് എക്സ്പ്രഷൻ കണ്ടിട്ട് കിച്ചുവേട്ടൻ കളിയാക്കലായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നീ എന്ത് കരച്ചിലാണ് കരഞ്ഞിരുന്നേ, എന്താ പറയുക, വല്ലാത്ത കരച്ചിലാണ് കരഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് വല്ലാത്ത ഫോട്ടോസാണ്. കാരണം എൻ്റെ ആ മുഖത്തെ അത്രയും അങ്ങനത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കരയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയല്ല, ചിരിക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുകയല്ല, രണ്ടും കൂടി മിക്സായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അതെനിക്ക്. ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് കുറേ നേരം കുഞ്ഞിനെ തന്നു കേട്ടോ, നമ്മുടെ നെഞ്ഞത്ത് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവർ ഈ എന്താ പറയുക പൊക്കിൾക്കൊടി മുറിക്കുകയും ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു പുക്കിൾക്കൊടിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുട്ടീനെ ഒന്ന് തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പീഡിയാട്രീഷ്യൻ വന്ന് പുള്ളിക്കാരിക്ക് ചെക്ക് ചെയ്യാനൊക്കെ കുഞ്ഞിനെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നന്നായി പുതപ്പിച്ചിട്ട് എന്താ പറയുക ഡയപ്പറൊക്കെ ഇടിയിച്ചിട്ട് കുഞ്ഞിനെ എനിക്കെന്നെ വീണ്ടും കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരപ്പം തന്നെ ഫീഡ് ചെയ്യണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മിഡ് വൈഫ് പോയി കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കിച്ചുവേട്ടനും രണ്ടാൾക്കും ഒരുപോലെ ഉറക്കേ വരുന്നില്ല. കുഞ്ഞ് നന്നായി സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കണ്ണു മിഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അതും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വേറെ ഫാമിലി മെമ്പേഴ്സ് ആരും നമ്മുടെ കൂടെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കൽ തന്നെയായിരുന്നു അന്നത്തെ രാത്രി മൊത്തം പണി എന്ന് പറയുന്നത്. ഡോക്ടർ വന്നപ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതായത് ഡോക്ടറിനെ അവരൊരു 8 മണിക്ക് അത്ര വിളിക്കണേ. എൻ്റെ 8:30 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ വരുമ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. 8 മണിക്ക് ഏകദേശം ലേബർ റൂമിൽ കയറി 8:30 കഴിയുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞു. അപ്പം തന്നെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഡെലിവറിയാണ് പെട്ടെന്ന് കഴിയുമെന്ന്. ശരിക്കും ഭാഗ്യമുണ്ട്, ചിലർക്കൊക്കെ പെയിൻ വന്ന് കുറേ നേരം അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവുക, പെട്ടെന്ന് നടന്നില്ലേ, അപ്പോൾ സന്തോഷിക്കുക കരയില്ലേ എന്നൊക്കെ എന്നോട് വന്നിട്ട് സിസ്റ്റർ അത് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഡോക്ടർ വന്നത്. ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര ഫാസ്റ്റിലായില്ലോ, പെട്ടെന്ന് കഴിഞ്ഞല്ലോ ഡെലിവറി, എനിക്ക് വരുമ്പോഴേക്കും തന്നെ എനിക്കൊരു പണിയില്ലാതെ ആകിയല്ലോ വെച്ചിട്ടൊക്കെ ഡോക്ടറും സംസാരിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പിന്നെ സ്റ്റിച്ച് ഇടേണ്ടതിലേക്ക് പോയിട്ടോ. അപ്പോൾ സർജിക്കലായിട്ട് മുറിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല ഇപ്രാവശ്യത്തെ ഡെലിവറിക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റിച്ചുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നു. കുഞ്ഞിനെ അപ്പോഴേക്കും പീഡിയാട്രീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നെ എന്താ പറയുക ഈ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഡോക്ടർ തുടങ്ങി. അപ്പോൾ ഈ സ്റ്റിച്ച് ഇടുമ്പോൾ ഓൾറെഡി പെയിൻ ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെയിൻ പോകാൻ വേണ്ടിയിട്ട് ആ ഗ്യാസ് വീണ്ടും വലിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗ്യാസ് വലിച്ചു കേട്ടോ. കാരണം അപ്പോൾ നമുക്ക് ആ ഒരു ഡെലിവറി പെയിൻ പോയ ഒരു അവസ്ഥയാണ്, നമ്മൾ നോർമൽ ഒരു സിറ്റുവേഷനിലേക്ക് വന്നൊരു അവസ്ഥയായിരുന്നല്ലോ. അപ്പം ഞാൻ ആ ഗ്യാസ് വലിച്ചു കേട്ടോ. ആ ഗ്യാസ് വലിക്കുമ്പോൾ എന്തൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോധം പോണ പോലെ ഇങ്ങനെ തല ആകെ കറങ്ങണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഉണ്ടായിരിക്കും, അപ്പോഴാണ് നമുക്ക് പെയിൻ അറിയാതിരിക്കുക കുറയുക, അതുണ്ടായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൂ. പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താ പറയുക സ്റ്റിച്ചിങ് കഴിഞ്ഞു പറഞ്ഞു, ഡോക്ടർ പോയി. പിന്നെ ഞാനും കിച്ചുവിനും കൂടിയിട്ട് വീട്ടിലേക്കൊക്കെ, അതായത് ഇങ്ങനെ എൻ്റെ വീട്ടിലേക്കും കിച്ചുവിൻ്റെ വീട്ടിലേക്കും ഒക്കെ ഫോൺ ചെയ്ത് പറയാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞ കാര്യം. അപ്പോൾ ആരും വിശ്വസിക്കണില്ല. കാരണം 8 മണിയാകുമ്പോൾ അഡ്മിറ്റ് ആക്കിയിട്ട് 8:30 മണിക്കും ഡെലിവറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും ഇരുന്ന് ഗംഭീര പ്രാർത്ഥനയായിരുന്നു, ഡെലിവറി പെട്ടെന്ന് കഴിയണേ, അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ ഈ ഒരു കോവിഡിൻ്റെ പ്രശ്നം കാരണം എന്തായാലും അമ്മേനെയും അച്ഛനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പിറ്റേ ദിവസമായാലും മോനെ കൊണ്ടുവരാൻ പറ്റില്ല, ആരെങ്കിലും ഒരാൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെലിവറി കഴിഞ്ഞ വഴിക്ക് എനിക്ക് ഒരു എന്താ പറയുക ഭയങ്കര ചൂടായിരുന്നു.
ഡെലിവറി കഴിഞ്ഞ വഴിക്ക് ഞാൻ തണുത്ത് വിറയ്ക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. മിഡ് വൈഫ് വന്നു, പുള്ളിക്കാരി വന്നിട്ട് എനിക്ക് എക്സ്ട്രാ പുതപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, മോനെ പിന്നെ പാല് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ആ ഒരു പാലുണ്ടല്ലോ, അത് കുട്ടികൾക്ക് അത്രയും നല്ലതാണെന്നാണ് പറയണത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചൂട് തട്ടിയിട്ടിരിക്കുക എന്ന് പറയണതും. അപ്പോൾ കുറേ നേരം എന്നിട്ട് വീണ്ടും മോനെ എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് നടക്കാൻ സ്റ്റിച്ചിട്ടുണ്ടല്ലോ, സ്റ്റിച്ചിട്ടിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാനും പറഞ്ഞു കേട്ടോ. യൂറിൻ പോകുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അതിനൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2:30-3 മണി നേരം ആകുമ്പോൾ ഞങ്ങൾ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ മിഡ് വൈഫ് തന്നെയാണ്, പുള്ളിക്കാരി തന്നെയാണ് എന്നെ റൂമിലേക്കും വീൽ ചെയറിൽ കൊണ്ടുപോകണം കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഡോക്ടർക്ക് ആ സമയത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരിയും ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടറും കൂടിയിട്ടാണ് എൻ്റെ ഡെലിവറി എടുത്തത്. അസിസ്റ്റൻറ്റ് ഡോക്ടർ ഉണ്ടെങ്കിലും മിഡ് വൈഫായിരുന്നു ഒന്നും കൂടി, അതായത് പുള്ളിക്കാരിക്കായിരുന്നു ഫുൾ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് ഒരു ഡെലിവറി നടത്തിയെന്നു വേണമെങ്കിൽ പറയാം. ഇതിൽ വന്നു. അപ്പോൾ റൂമിൽ വരെ കുഞ്ഞിനെ ഒരു ടവലുകൊണ്ടായിരുന്നു അവർ ഇങ്ങനെ നന്നായി പുതപ്പിച്ച്, നല്ല സേഫായിട്ട് പുതപ്പിച്ച്, നല്ല സുഖത്തിൽ കംഫേർട്ടായിട്ട് കുഞ്ഞിനെ പുതപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിലെത്തിയപ്പോൾ പിന്നെ മിഡ് വൈഫ് പിന്നെ പോയി. പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോഴേക്കും ഫുഡ് കഴിച്ചു. പ്രാവശ്യത്തെ ഡെലിവറി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. ചടപടെ കഴിഞ്ഞു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്ര പെട്ടെന്ന് കഴിയുന്നുള്ളൂ. കാരണം ഞാൻ കണ്ണൻ്റെ പിന്നാലെ ഓടലൊഴികെ അധികം എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഡെലിവറി സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണൻ്റെ സമയത്താണെങ്കിൽ നടക്കാൻ പോകുമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇനി ഇത് നോർമലിന് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഡെലിവറി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞു ഞങ്ങൾ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞിനെ അവർ ഡ്രസ്സ് ചെയ്ത് തന്നു. കുഞ്ഞിനെ നമ്മളെ കിടത്തി. അത് കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഐസ് പാക്ക്, അതായത് സ്റ്റിച്ച് നമുക്ക് വേദന പെയിൻ കില്ലറുണ്ട്, ആ ഒരു ഇത് പോകുമ്പോൾ പെയിൻ അധികം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് പാക്ക് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഐസ് പാക്കൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ വെച്ചു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഓൾമോസ്റ്റ് ഫിനിഷായി. വെളുപ്പാങ്കാലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ കോവിഡ് പ്രശ്നങ്ങൾ കഴിഞ്ഞ് നടക്കണ കാരണം നമുക്ക് ഒരാളെ മാത്രമേ നമ്മുടെ കൂടെ നിർത്താനായിട്ട് പറ്റുള്ളൂ. പിറ്റേ ദിവസം കിച്ചുവേട്ടന് അതുപോലെ വീട്ടിൽ പോയിട്ട് അമ്മേനെ ഇതുപോലെ കൊണ്ടുവന്നാക്കിയിട്ട് കിച്ചുവേട്ടൻ തിരിച്ച് പോയിട്ടോ. കാരണം കണ്ണനുള്ള കാരണം അതായത് കണ്ണനും കുഞ്ഞു തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനോ കിച്ചുവേട്ടൻ ആരെങ്കിലും ഒരാളെന്തായാലും കൂടെ ഉണ്ടാവണം. അപ്പോൾ അത് കാരണം പിന്നെ കിച്ചുവേട്ടൻ വീട്ടിൽ പോയി അമ്മേനെ കൊണ്ടുവന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് ഞങ്ങളുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു പിന്നെ ഡിസ്ചാർജ് ചെയ്തത്. അതായത് 24 hours കഴിഞ്ഞിട്ടാണ് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. പിറ്റേ ദിവസം കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഉച്ച സമയമായി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സെക്കൻഡ് ഡെലിവറി എക്സ്പീരിയൻസ്. പിന്നെ മോന് പേര് അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന് ഒന്നുകൂടി എളുപ്പമാകാൻ വേണ്ടി പേര് കൊടുക്കണതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദർശ് എന്നാണ് ഞങ്ങൾ പേരിട്ടത്. ആദ്യത്തെ ആൾ ധ്രുവ് കേട്ടോ, കണ്ണെന്നാണ് വീട്ടിൽ വിളിക്കുക. ഇതാണ് കേട്ടോ എൻ്റെ മിഡ് വൈഫ്. അവരാണ് എൻ്റെ ഡെലിവറി എടുത്തത്. റൂമിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളെടുത്ത ഫോട്ടോ ആണിത്. ഇതാണ് നമ്മുടെ ദച്ചുട്ടൻ. ദർശ് എന്നാണ് പേര്, ദച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കുറേ പേര് മോനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഡെലിവറി റൂമിൻ്റെ ഉൾഭാഗം കാണാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഡെലിവറിക്ക് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ആ സമയത്ത് ക്ഷീണമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. കിച്ചുവേട്ടൻ അവിടെ മോനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ആ സമയത്ത് ലേബർ റൂമിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ ആക്ച്വലി വാട്ടർ ബർത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതൊന്നും ആലോചിക്കാനുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോയ്ലറ്റിനകത്ത് തന്നെയാണ് കേട്ടോ അവർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. എന്നെ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഡെലിവറി കഴിഞ്ഞ വഴിക്കുള്ള അവസ്ഥയാണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ വാട്ടർ ബാത്തിന് ഉപയോഗിക്കുന്ന ബാത്ത് ടബ്. അതിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ബോളും അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കണ്ട് ആരും പേടിക്കണ്ട. ഇപ്പോൾ ഡെലിവറി ആവാൻ പോണ ആളുകൾ പ്രത്യേകിച്ചും പേടിക്കണ്ട. കാരണം ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. മോനെ അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
പുള്ളിക്കാരൻ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അന്ന് ഉറക്കമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു അന്നത്തെ രാത്രി മുഴുവൻ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും സൗകര്യങ്ങളാണ് റൂമിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയത് കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണനും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് കുഞ്ഞിന് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡയപ്പർ റാഷസ് ക്രീം, ഡയപ്പർ, ലോഷൻ, ബാത്ത് ജെല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ കെയറിങ് കിട്ടണ പോലെയാണ് കേട്ടോ തോന്നിയത്. കാരണം ഇവിടെ നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആയാലും വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അവർ ശരിക്കും നമ്മളോട് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ തന്നെ ആകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു എന്താ പറയുക, ഫ്രീ ആയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഡെലിവറി ആയതുകൊണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ട്, ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ അങ്ങനെ നിങ്ങൾ എന്താ പറയുക, പേടിക്കണ പോലെയൊന്നുമല്ല. നാട്ടിൽ കിട്ടണ പോലെ തന്നെ കെയറിങ്ങും അതിനേക്കാളും ഒരു പടി കൂടുതലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഇവിടുത്തെ കെയറിങ്. അപ്പോൾ എന്താ പറയുക, വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ ബൈ.